കേരള PSC ഡിഗ്രി ലെവൽ എക്സാമിന് ആവർത്തിക്കുന്ന 20 ആർട്ടിക്കിൾസ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 20 ആർട്ടിക്കിൾസിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമുക്ക് നോക്കേണ്ടത്. ഏതൊക്കെയാണ് ആർട്ടിക്കിൾസാണ് ആവർത്തിക്കുന്നതെന്ന് നോക്കാം ഈ വീഡിയോയിൽ. ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാളിറ്റി. ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാളിറ്റി. Abolishes the practice of untouchability. Article 17 abolishes the practice of untouchability. Article 21 provides protection to life and liberty to all persons. Article 21 provides protection to life and liberty to all persons. Right to elementary education. Right to elementary education. Article 21A. അനുച്ഛേദം 21A റൈറ്റ് ടു എലിമെൻ്ററി എഡ്യൂക്കേഷൻ. ആർട്ടിക്കിൾ 22 അഫോർഡ്സ് പ്രൊട്ടക്ഷൻ എഗൻസ്റ്റ് ആർബിട്രറി അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. ആർട്ടിക്കിൾ 22 അഫോർഡ്സ് പ്രൊട്ടക്ഷൻ എഗൻസ്റ്റ് ആർബിട്രറി അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. ആർട്ടിക്കിൾ 23 പ്രൊഹിബിറ്റ്സ് ദ ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ബെഗേഴ്സ്. ആർട്ടിക്കിൾ 23 അനുച്ഛേദം 23 prohibits the traffic in human beings and beggars. Article 24 അനുച്ഛേദം 24 prohibits the employment of children below 14 years of age. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ജോലി ചെയ്യിക്കുന്ന നിരോധിക്കുന്ന ആർട്ടിക്കിൾ 24. ആർട്ടിക്കിൾ 24 prohibits the employment of children below 14 years of age. Article 32 അനുച്ഛേദം 32 right to constitutional remedies. Article 32 right to constitutional remedies. Article 39 capital A free legal aid. അനുച്ഛേദം 39A free legal aid. Article 40 formation of panchayat. Article 14 formation of panchayat. യൂണിഫോം സിവിൽ കോഡ് ഫോർ ദ സിറ്റിസൺസ്. യൂണിഫോം സിവിൽ കോഡ് ഫോർ ദ സിറ്റിസൺസ് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 44. അനുച്ഛേദം 44 യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത്. യൂണിഫോം സിവിൽ കോഡ് ആർട്ടിക്കിൾ 44. ആർട്ടിക്കിൾ 51A അനുച്ഛേദം 51A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ആർട്ടിക്കിൾ 51A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ആർട്ടിക്കിൾ 110 അനുച്ഛേദം 110 മണി ബിൽസ്. അനുച്ഛേദം 110 മണി ബിൽസ്. ആർട്ടിക്കിൾ 110 മണി ബിൽസ്. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അതിനാണ് ബഡ്ജറ്റ് എന്നറിയപ്പെടുന്നത്. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അതാണ് ബഡ്ജറ്റ്. അത് പറയുന്ന ആർട്ടിക്കിൾ 112 അനുച്ഛേദം 112. ആർട്ടിക്കിൾ 112 ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ആർട്ടിക്കിൾ 123 അനുച്ഛേദം 123 പവർ ഓഫ് പ്രസിഡന്റ് ടു പ്രൊമഗുലേറ്റ് ഓർഡിനൻസ് ഡ്യൂറിംഗ് റിസസ് ഓഫ് പാർലമെൻറ്റ്. ആർട്ടിക്കിൾ 123 അനുച്ഛേദം 123 പവർ ഓഫ് പ്രസിഡന്റ് ടു പ്രൊമഗുലേറ്റ് ഓർഡിനൻസ് ഡ്യൂറിംഗ് റിസസ് ഓഫ് പാർലമെൻറ്റ്. ആർട്ടിക്കിൾ 312 അനുച്ഛേദം 312 ആൾ ഇന്ത്യ സിവിൽ സർവീസസിനെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 312 ഓൾ ഇന്ത്യ സിവിൽ സർവീസിനെ കുറിച്ച് പറയുന്നു. അനുച്ഛേദം 312 ഓൾ ഇന്ത്യ സിവിൽ സർവീസസ്. പബ്ലിക് സർവീസ് കമ്മീഷൻ ഫോർ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്. ആർട്ടിക്കിൾ 315. ആർട്ടിക്കിൾ 315 പബ്ലിക് സർവീസ് കമ്മീഷൻ ഫോർ ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്. ആർട്ടിക്കിൾ 315 അനുച്ഛേദം 315 പബ്ലിക് സർവീസ് കമ്മീഷൻ ഫോർ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്. ഇലക്ഷൻ കമ്മീഷൻ. ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷൻ. ആർട്ടിക്കിൾ 324 അനുച്ഛേദം 324 ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയും. ആർട്ടിക്കിൾ 368 അനുച്ഛേദം 368 അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ദ പാർലമെൻറ്റ്. ഭരണഘടനാ ഭേദഗതി, പാർലമെൻറ്റിന് നടത്താവുന്ന ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ചാണ് അനുച്ഛേദം 368 പറയുന്നത്. Article 368 Amendment of the Constitution by the Parliament. Thank you. Good luck and all the best.